ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഫീലിംഗ്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. പോസിറ്റീവായിട്ട് ഇരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നോക്കാം, നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ ആണ് നോക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണും. ആ ഒരു എനർജിയാണ് കാണുന്നത്. ഈ ഒരു സമയം നിങ്ങളോട് ഒരുപാട് ഡീപ്പായിട്ടുള്ള ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണ് തോന്നുകയാണ്. ഈ ഒരു റീഡിംഗ് കാണുന്ന മിക്കവരും ഒരു സോൾമേറ്റ് ആവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അടുത്ത് വന്ന് അവരുടെ സ്നേഹം കൈമാറി നിങ്ങളുടെ ആ ഒരു ബോണ്ട് ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാനാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ജസ്റ്റിസ് തരാനായിട്ട് ആഗ്രഹിക്കുന്നു. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതിനൊക്കെ ഒരു ജസ്റ്റിസുമായിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അരികിലേക്ക് എല്ലാ പ്രതിസന്ധിയും മറികടന്ന് എത്തണം എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. ഈ ഒരു സമയം അവളുടെ ആ ലൈഫിൽ ഒരു നെഗറ്റീവ് എനർജി ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളെന്നുള്ള ആ ഒരു ലോകത്തിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ലൈഫാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് കാണാൻ സാധിക്കുന്നത്. ഈ സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ആ ഒരു വ്യക്തിക്ക് ഒരു ആഗ്രഹമുണ്ട് നിങ്ങളുടെ അരിയിലേക്ക് വരണം എന്നുള്ളത് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റിയെ പറ്റി ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഒരു ബോധ്യം വന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തു തീർക്കേണ്ട ആ ഒരു റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ഫാമിലി എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, അതെല്ലാം ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ നടത്തണമെന്ന് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നു. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സാഡാണ്. കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങളെ പറ്റി ഓർക്കുമ്പോൾ അവർക്ക് വേദന തോന്നുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അരിയിലേക്ക് തിരികെ വരണമെന്ന് ഈ ഒരു പേഴ്സൺ അതിയായിട്ട് ആഗ്രഹിക്കുന്നതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് എത്തണം. നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ ആ ഒരു പേഴ്സൺ നിന്ന ആ ഒരു സിറ്റുവേഷൻ അതിൽ വളരെയധികം സഹിച്ചു നിന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഒന്നുകിൽ ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ നേരിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോബ് ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം. അപ്പം എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് ആ ഒരു വ്യക്തിയുടേതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു വ്യക്തി ഇത്രയും നാൾ വളരെയധികം സഹിച്ചു നിൽക്കുകയായിരുന്നു. സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ എല്ലാം ആ ഒരു വ്യക്തിക്ക് ഒരു ക്ലാരിറ്റി വന്നതായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുത്ത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തേക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു. വല്ലാത്ത വിരസത തോന്നുകയാണ് നിങ്ങളുടെ പേഴ്സണ്. കാരണം നിങ്ങൾ കൂടെ ഇല്ലാത്തതിന്റെ ആ ഒരു വിഷമം ആ ഒരു വ്യക്തിയുടെ മുഖത്ത് കാണാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെന്നുള്ള വ്യക്തി കൂടി ഉണ്ടെങ്കിൽ അവരുടെ ആ ഒരു ലൈഫിൽ ഒരു സന്തോഷം കിട്ടും എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ലൈഫിൽ വളരെയധികം സ്റ്റക്കായിട്ട് ആ ഒരു വ്യക്തി തുടരുകയാണ്. നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്ക് ഫുൾ കാർഡ്, ലാസ്റ്റ് കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ ബോട്ടം എനർജി 3 ഓഫ് കപ്സും ലാസ്റ്റ് കാർഡ് ഫുൾ കാർഡും കിട്ടിയതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു പേഴ്സൺ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്തൊക്കെയാണോ പാസ്റ്റിൽ സംഭവിച്ചത് അതിനെല്ലാം അവിടെ വിട്ട് നിങ്ങളുമായിട്ട് ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാനായിട്ടാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ. ഈ ഒരു സമയം അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കുവാനും നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരുവാനും അതുപോലെ തന്നെ നിങ്ങൾ എന്നുള്ള ആ ഒരു ജീവിതം വളരെയധികം സ്വപ്നം കാണുകയാണ്. നിങ്ങൾ എന്നുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി ഓർക്കുന്നു. നിങ്ങളുടെ കയ്യിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുത്തതായിട്ട് കാണുന്നു. നിങ്ങൾക്കുള്ള ഒരു കമ്മിറ്റ്മെന്റ് തരാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ട് ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതാണ് കാണുന്നത്. ഇനിയും നിങ്ങളുടെ പേഴ്സന്റെ സോൾ മെസ്സേജും കൂടെ നോക്കട്ടെ. എന്താണ് ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനുള്ളത്? യെസ്, നമുക്ക് റിയൂണിയൻ കാർഡാണ്. എന്റെ എല്ലാ തെറ്റുകളും ഞാൻ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തിരിക്കുന്നു. ഈ ഒരു സമയം ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നീയുമായിട്ടുള്ള ഒരു റിയൂണിയൻ ആണ്. അതുകൊണ്ട് തന്നെ നീയുമായിട്ടുള്ള ആ ഒരു പാസ്റ്റ് മെമ്മറീസ് എല്ലാം ഈ ഒരു സമയം ഞാൻ ഓർത്തെടുക്കുന്നു. എന്റെ ലൈഫിൽ വലിയൊരു ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. ഞാൻ ഇനി നിന്റെ അടുക്കിലേക്ക് ഒരു പുതിയ ഒരാളായിട്ടാണ് വരാനായിട്ട് പോകുന്നത്. എന്റെ ലൈഫിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം ഞാൻ ആഗ്രഹിക്കുന്നത് നീയും ഒത്ത് ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സമയം നിന്റെ ചിന്തകളാണ് എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. നിനക്കൊരു ക്ലാരിറ്റി തന്നു. നീയും മൊത്തമുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഇനിയും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, പുതിയൊരു ചാപ്റ്ററിന് വേണ്ടിയിട്ട്. ഇനി യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, നിങ്ങൾ രണ്ടുപേരും. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെയധികം നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു ചിന്തകളിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തു വരണം. കാരണം നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കാവുന്നതെല്ലാം ഇതിനോടകം തന്നെ അനുഭവിച്ചിട്ടുണ്ടെന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു ലൈഫിൽ സംഭവിക്കാനായിട്ട് പോകുന്ന ഒരു സക്സസ് ആണ്. നിങ്ങളുടെ ആ ഒരു അനുഭവിക്കേണ്ടതായിട്ടുള്ള ആ ഒരു സമയങ്ങളെല്ലാം തന്നെ അവസാനിച്ചിരിക്കുന്നു. ഇനി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ഒരു സക്സസ് ആണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ആ പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായ ആ ഒരു വേദന ഉണ്ടല്ലോ, അതെല്ലാം നിങ്ങൾ ഈ ഒരു സമയം മറക്കണം. കാരണം നിങ്ങൾ ഇനിയും പോകേണ്ടത് ഫ്യൂച്ചറിലേക്കാണ്. പാസ്റ്റിനെ അവിടെ വിടുക, നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് നടന്നു നീങ്ങുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ക്ലൂസും കൂടി നോക്കാം. പാസ്റ്റ് ലൈഫ് കണക്ഷൻ, സെൻസിറ്റീവ്, ജൂലൈ, ഡിസംബർ, ഇടുക്കി, ഷോർട്ട് ഹെയർ, പൂയം നക്ഷത്രം, ചിത്തിര, ഫെബ്രുവരി 1990, 1976, 30,
Letter F, tomorrow, 1 week, yes possible. Letter Z, letter L, 1994, Friday, June, Sunday, ഭരണി നക്ഷത്രം, ഗ്രീൻ. വൃശ്ചികം മന്ത്, ഗാർഡനിങ്, കുംഭം, 1993, മൈസൂർ, 1985, തിരുവാതിര. സോങ്സ്, 1997, വെനസ്ഡേ, കോഴിക്കോട്, 1979, ക്രിക്കറ്റ്. മെയ് മന്ത്, മകം, സെപ്റ്റംബർ, ടുഡേ, ചോതി നക്ഷത്രം. നമ്പർ 7, നമ്പർ 18, നമ്പർ 14, ലെറ്റർ എ, ഓറഞ്ച് കളർ, അബ്രോഡ്, 1981, പാലക്കാട്, കണ്ണൂര്. നമ്പർ 15, 1999, മൂവീസ്. ലെറ്റർ എം, ലെറ്റർ യു, ഒക്ടോബർ. ലെറ്റർ ബി, തൃശൂർ, മകരം. നമ്പർ 40, നമ്പർ 9, 57, ബ്ലൂ കളർ, 22. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലൂസ്.